ടേണിംഗ് സ്പോട്ട്. ഒരാശയത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ലോകത്താർക്കും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. വിക്ടർ വ്യൂഹോയുടെ ഈ വാക്കുകൾ എത്ര വലിയ സത്യമാണ്. അല്ലെങ്കിൽ ദാരിദ്ര്യം വിതച്ച് ദാരിദ്ര്യം കൊയ്ത് ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. 30 വർഷം മുമ്പ് നമ്മുടെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെന്ന് ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം നൂലാമാലകൾ. ഒരു ഫോൺ കണക്ഷൻ കിട്ടണമെങ്കിൽ ആരുടെയെല്ലാം കാല് പിടിക്കണം. 1980കളിൽ 1 ദശലക്ഷത്തോളം ആളുകളാണ് ടെലിഫോൺ കണക്ഷന് വേണ്ടി പണമടച്ച് കാത്തിരുന്നിട്ടുള്ളത്. ഒരു സ്കൂട്ടറോ കാറോ വാങ്ങണമെങ്കിൽ ബുക്ക് ചെയ്ത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഇരിക്കുകയേ തരമുള്ളൂ. എന്നാൽ ഇന്ന് എല്ലാം വിരൽ തുമ്പിലുണ്ട്. പണമില്ലെങ്കിൽ പോലും എല്ലാം വാങ്ങാനാകും. ഈ ഒരു മാറ്റത്തിന് നാന്ദി കുറിച്ചത് 1991-ലാണ്. ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കരണം വേണമെന്ന ആശയം മുട്ടിട്ടത് ആ കാലത്തായിരുന്നു. നരസിംഹറാവു ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. ധനമന്ത്രി മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ സാമ്പത്തിക നില വളരെ വഷളായ 1990കളിൽ മൻമോഹൻ സിംഗ് എടുത്ത തീരുമാനമായിരുന്നു സാമ്പത്തിക പരിഷ്കരണം. പ്രധാനമന്ത്രി റാവുവിൻ്റെ മികച്ച പിന്തുണ അതിനുണ്ടായിരുന്നു. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തേക്കൊന്ന് നോക്കിയാൽ അതിനു മുൻപ് ഏതാണ്ട് 10-40 വർഷക്കാലം നമ്മെ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാർ നമ്മിൽ നിന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാണെന്ന കാര്യം മറച്ചുവെച്ചു. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തേണ്ടത് കഠിനാധ്വാനത്തിൽ കൂടിയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഭരണകർത്താക്കളുടെ ചുമതല. അതിനു പകരം അധ്വാനിക്കാതെ സുഖമായി ജീവിക്കാമെന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ അവർ നൽകി. പണക്കാർ കൂടുതൽ പണമുണ്ടാക്കി, പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായി. ഈ പണക്കൊഴുപ്പ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാകൃതമായ രീതിയിൽ അഴിഞ്ഞാടി. കരിഞ്ചന്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തലകുത്തി വീണത്. 1989 പോലും നാം അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു ഗതികേടിലാണ് എന്ന്. അത് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറക്കിയ പ്രകടന പത്രിക. ആഴമേറിയ കടബാധ്യത കെണിയിൽ കുരുങ്ങിയിരിക്കുകയാണ് രാജ്യമെന്ന കാര്യം പ്രതിപക്ഷം പോലും പുറത്തു പറഞ്ഞില്ല. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി വന്ന VP സിംഗ് സർക്കാരാകട്ടെ കർഷകരെ സഹായിക്കാൻ എന്ന വ്യാജേന കോടിക്കണക്കിന് കാർഷിക ബാധ്യത എഴുതിത്തള്ളി. കർഷകരെ സഹായിക്കുക എന്നതായിരുന്നില്ല അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. എങ്ങനെയും ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. പിന്നീട് വന്ന ചന്ദ്രശേഖർ സർക്കാർ രാജ്യത്തിൻ്റെ വിദേശ കടബാധ്യതയിൽ നിന്നുള്ളവായ വലിയ പലിശ ഭാരം കുറയ്ക്കാൻ റിസർവ് ബാങ്കിൽ നിന്ന് ടൺ കണക്കിന് സ്വർണമെടുത്ത് പണയം വെച്ചു. അപ്പോഴാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇത്രയ്ക്ക് ഗുരുതരമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പുറം ലോകം മനസ്സിലാക്കുന്നത് തന്നെ. 1991 10ാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. 9ാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷം തികയുന്നതിന് മുമ്പായിരുന്നു അത്. നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ. രാജീവ് ഗാന്ധിയുടെ അപ്രതീക്ഷിതമായ വേർപാടിന് ശേഷം തികച്ചും ആകസ്മികമായി നരസിംഹറാവു പ്രധാനമന്ത്രിയാവുകയായിരുന്നു. രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് 70ാം വയസ്സിൽ സ്വദേശമായ ആന്ധ്രയിലേക്ക് തിരിക്കാനിരിക്കുന്ന വേളയിലാണ് സ്വപ്നത്തിൽ പോലും കരുതാത്ത പ്രധാനമന്ത്രി പദം അദ്ദേഹത്തെ തേടിയെത്തിയത്. ആ അവസരം നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക നവീകരണത്തിന് തുടക്കമിട്ടു. രാജാജി എന്ന രാജഗോപാലാചാര്യയുടെ സങ്കല്പം പൂവണിയിച്ച കഥ പറയുന്നതിന് അല്പം പിന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. 1931 അങ്ങ് കറാച്ചിയിലാണ് കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് അഭിനിവേശം ആരംഭിക്കുന്നത്. 1956 ആവടിയിൽ അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ലക്ഷ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. കോൺഗ്രസിൻ്റെ നീക്കം സോഷ്യലിസത്തിലേക്കായപ്പോൾ രാജഗോപാലാചാര്യയും കൂട്ടരും കോൺഗ്രസ് വിട്ടു. സോഷ്യലിസ്റ്റ് വഴിയെ സഞ്ചരിച്ചാൽ ഇന്ത്യ ഒരു കാലത്തും രക്ഷപ്പെടുകയില്ലെന്ന് അറിയാമായിരുന്ന രാജാജിയും കൂട്ടരും ചേർന്ന് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അതാണ് സ്വതന്ത്ര പാർട്ടി. 1991 സോഷ്യലിസ്റ്റോട് കോൺഗ്രസ് ഔപചാരികമായി വിട പറഞ്ഞത്. നാടെങ്ങും നിന്ന് മോക്ഷം തേടി തീർത്ഥാടകരെത്തുന്ന ആന്ധ്രയിലെ ക്ഷേത്ര നഗരമായ തിരുപ്പതി. സാമ്പത്തിക മോക്ഷം തേടുന്ന പ്രയാണത്തിൽ റാവുവും കോൺഗ്രസ്സുകാരും എത്തിച്ചേർന്നത് തിരുപ്പതിയിലായിരുന്നു. അതെ, 1991 സമ്പൂർണ്ണ കോൺഗ്രസ് സമ്മേളന വേദിയായ തിരുപ്പതിയിൽ 40 വർഷക്കാലത്തെ സോഷ്യലിസ്റ്റ് പാപക്കറ കഴുകിക്കളഞ്ഞ് പുതിയ സാമ്പത്തിക നയം രൂപീകരിക്കുകയായിരുന്നു. 1959 ചേർന്ന സ്വതന്ത്ര പാർട്ടിയുടെ പ്രഥമ സമ്പൂർണ്ണ സമ്മേളനത്തിൽ 21 പരിപാടി അവതരിപ്പിച്ചു. ലൈസൻസി പെർമിറ്റ് കോട്ട എന്ന രാജാജി വിശേഷിപ്പിച്ച നിയന്ത്രിത വ്യവസ്ഥയിൽ നിന്ന് ഭിന്നമായ സ്വാതന്ത്ര്യോദ്യമത്തിൻ്റെ പാതയിലൂടെ രാജ്യത്തെ സ്വയാശ്രയത്തിലേക്കും
ശ്രേയസിലേക്കും നയിക്കുന്നതിനുള്ള പരിപാടിയായിരുന്നു അത്. അന്ന് രാജാക്കന്മാരുടെയും പണക്കാരുടെയും പാർട്ടിയായി സ്വതന്ത്ര പാർട്ടി എന്ന് മുദ്രകുത്തപ്പെട്ടു. വിവേകത്തിൻ്റെ പാത നിരാകരിക്കപ്പെട്ടു. ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ സ്ഥാനം ഇവിടെ കോൺഗ്രസും കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനം സ്വതന്ത്ര പാർട്ടിക്കും നൽകാനായിരുന്നു ക്രാന്തദർശിയായ രാജാജിയുടെ നീക്കം. അന്നത് ഫലം കണ്ടില്ല. 1971 തെരഞ്ഞെടുപ്പിലൂടെ സ്വതന്ത്ര പാർട്ടി തികച്ചും അപ്രസക്തമായി. അന്നത്തെ രാജാജിയുടെ ഔഷധക്കൂട്ട് തന്നെയാണ് റാവു മൻമോഹൻ സിംഗ് കൂട്ടുകെട്ട് നടപ്പിൽ വരുത്തിയത്. ഭൂരിപക്ഷമില്ലാത്ത കക്ഷി ഔദ്യോഗിക നയം വെടിഞ്ഞ് പ്രകടന പത്രികയിൽ പറയാത്ത കാര്യങ്ങൾ ഇത്ര ഫലപ്രദമായി നടപ്പാക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ അത്യത്ഭുതകരവും ആവേശപൂർവമായ ഒരു പ്രതിഭാസമായിരുന്നു. സത്യത്തെ സത്യമായി കാണാനുള്ള ആർജവമാണ് നരസിംഹറാവുവിനെ ശ്രദ്ധേയനാക്കിയത്. ആ സത്യം കാണിച്ചു കൊടുത്തത് IMF, കാലിയായ ഖജനാവ്, തീർത്താൽ തീരാത്ത വിദേശ കടം, രൂക്ഷമായ വിലക്കയറ്റവും പണപ്പെരുപ്പവും. ഇത്തരമൊരു സങ്കീർണമായ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ റാവു ഒരു രാഷ്ട്രീയക്കാരനെ അല്ല, മറിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളെ അടുത്തറിയാവുന്ന കഴിവുറ്റ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് നിയോഗിച്ചത്. സർക്കാരിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുക എന്ന ദുർഘടം പിടിച്ച പണി മുന്നിലുള്ളപ്പോഴും ദീർഘവീക്ഷണമുള്ള ഒരു സാമ്പത്തിക നയം രൂപീകരിച്ച് പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാനാണ് മൻമോഹൻ സിംഗ് തീരുമാനിച്ചത്. ഏതു പ്രശ്നത്തിനും അത്യാകർഷകമായ മിനുക്കുപണിയിലൂടെ ജനപ്രീതി നേടുക എന്ന രാഷ്ട്രീയക്കാരുടെ തന്ത്രത്തിന് ചുട്ട മറുപടി കൂടിയായിരുന്നു സിംഗിൻ്റെ കർക്കശ സമീപനം. രൂപയുടെ മൂല്യം പലവട്ടം കുറച്ചു. ഇറക്കുമതി കയറ്റുമതി നയങ്ങളിൽ ഉദാരവൽക്കരണം നടപ്പിലാക്കി. അന്താരാഷ്ട്ര നാണയനിധിയും ലോക ബാങ്കുമായും ചർച്ച നടത്തി. അങ്ങനെ വേണ്ടത് വേണ്ട സമയത്ത് മുഖം നോക്കാതെ നടപ്പിൽ വരുത്തി. ഇത് രാജ്യത്ത് സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാക്കി. ആദ്യഘട്ടത്തിലുണ്ടായ വൈതരണികൾ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. പ്രതിപക്ഷം സിംഗിനെതിരെ വാളോങ്ങി. IMF ഏജന്റാണെന്ന് വരെ മുദ്രകുത്തി. നെഹ്റുവിൻ്റെ സോഷ്യലിസത്തോട് കോൺഗ്രസ് വിട പറയുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അതിഭയങ്കരമായ എതിർപ്പുണ്ടായി. സിംഗ് പതറിയില്ല. ഇതെല്ലാം ബാലാരിഷ്ടതകൾ മാത്രമാണെന്നും പുതിയ നയം സമീപഭാവിയിൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. കേന്ദ്ര ധനകാര്യ വകുപ്പിൽ സെക്രട്ടറിയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് റിസർവ് ബാങ്ക് ഗവർണർ, ആസൂത്രിത കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നീ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് സിംഗ്. അദ്ദേഹത്തിൻ്റെ നയം സോഷ്യലിസത്തിൽ നിന്നുള്ള വ്യതിയാനമാണെന്ന് പറഞ്ഞവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. സിംഗ് പഠിക്കുന്ന കാലം മുതൽക്കേ അടിയുറച്ച സോഷ്യലിസ്റ്റ് വിശ്വാസിയായിരുന്നു എന്നത്. VP സിംഗ് സർക്കാരാണ് അദ്ദേഹത്തെ സാമ്പത്തിക കാര്യ കമ്മിറ്റി ചെയർമാനാക്കിയത്. തുടർന്ന് വന്ന ചന്ദ്രശേഖർ സർക്കാർ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവാക്കി. പിന്നീട് UGC ചെയർമാൻ്റെ പദവി വഹിച്ചു. അതിനുശേഷമാണ് ധനമന്ത്രിയാകുന്നത്. 2004 കോൺഗ്രസ് അധികാരത്തിൽ തിരികെ എത്തിയപ്പോൾ സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പലരും വിചാരിച്ചു. എന്നാൽ സോണിയാഗാന്ധി ഇന്ത്യയെ നയിക്കാൻ തെരഞ്ഞെടുത്തത് മൻമോഹൻ സിംഗിനെയായിരുന്നു. 2 വട്ടമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇരുന്നത്. 1997 സ്വപ്ന ബജറ്റിലൂടെയാണ് ആദായ നികുതി 30% അതോടെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് പുതിയ വാതായനം തുറന്നു കിട്ടി. ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി വളരാൻ ആ നയം ഇന്ത്യയെ സഹായിച്ചു. ചില മേഖലകളിലെങ്കിലും നമ്മുടെ രാജ്യം ആഗോള ശക്തിയായി മാറിയിരിക്കുന്നു. കേരളത്തിനും ഉദാരവൽക്കരണം കൊണ്ട് പ്രയോജനമുണ്ടായി. പൊടുന്നനെ ലാഭം കൊയ്യാവുന്ന മേഖലകളിലല്ല കേരളം ഊന്നൽ നൽകിയത്. സാമൂഹിക വികസന മേഖലയിലാണ് പണം ചെലവിട്ടത്. അതിലൂടെയുള്ള പരോക്ഷമായ വരുമാനമാണ് ആളോഹരി വരുമാനത്തിൽ കേരളം ഇന്ന് 3ാമതായി നിൽക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗ് തികച്ചും വിപ്ലവകരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ട് ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളായി മാറി. സമാനതകളില്ലാത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളും സമഗ്രതയും ഉള്ള ചുരുക്കം വാക്കുകളുള്ള പച്ചയായ മനുഷ്യൻ. വളരെ കുറച്ച് മാത്രം സംസാരിച്ചതിന് മൻമോഹൻ സിംഗ് എല്ലായ്പ്പോഴും പരിഹസിക്കപ്പെട്ടിരുന്നുവെങ്കിലും വിമർശനങ്ങൾ സ്വീകരിക്കാനും പത്രസമ്മേളനങ്ങൾ അഭിസംബോധന ചെയ്യാനും ചോദ്യങ്ങൾ കേൾക്കാനും അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. സ്വയം സംസാരം കുറച്ച് മറ്റുള്ളവരുടെ സംസാരം കേൾക്കാനായിരുന്നു അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നത്. തികച്ചും ശ്രേഷ്ഠമായ വിശുദ്ധമായ വ്യക്തിത്വമാണ് പാശ്ചാത്യ ലോകം മൻമോഹൻ സിംഗിൽ കാണുന്നതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ ഒരിക്കൽ പറഞ്ഞത്. ഉന്നതവും തെളിഞ്ഞതുമായ ചിന്തയും സൗമ്യ പ്രഭാഷണവും വശ്യമായ പുഞ്ചിരിയും മുഖമുദ്രയാക്കിയ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ലോക നേതാക്കൾ പലരും ഏറെ ബഹുമാനത്തോടെ തങ്ങളുടെയും നേതാവ് എന്ന് വിളിച്ചിരുന്നു. മികവാർന്ന ഭരണാധികാരി എന്ന നിലയിൽ ഭാരതം ലോകത്തിന് നൽകിയ
അതുല്യ ജീവിത മാതൃകയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. രാജ്യനിർമ്മാണത്തിന് അമൂല്യമായ സംഭാവന നൽകിയ ഈ മഹാത്മാവിന് പ്രണാമം. MyFin TV. Download the app now.